വേണ്ട രുക്മമ്മേ. കഴിക്കുമോളെ. കഴിക്കൂ. രുക്മാമേ, രുക്മാമേ, രുക്മാമേ. വരുന്നു എൽസി മോളെ. രുക്മാമേ, ഞാൻ എത്ര വിളി വിളിച്ചു. എനിക്ക് വിശക്കുന്നു. വേഗം കാപ്പിതാ. മോക്ക് കാപ്പി എടുത്തു വെക്കായിരുന്നു ഞാൻ. വേലക്കാരുമില്ലേ? മറ്റാരും എടുത്തു തന്നാൽ മോള് കഴിക്കില്ലല്ലോ. കോളേജിൽ നിന്ന് വരാൻ വൈകിയതെന്താ? എന്റെ ഫ്രണ്ടിനെ കണ്ടു. പപ്പയും മമ്മിയും കുറെ നേരമായി തിരക്കുന്നു. എന്തിന്? പോയി ചോദിക്ക്. അപ്പോഴേക്ക് കാപ്പിയും പലഹാരം എടുത്തു വെക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൻ. മമ്മിയും പപ്പയും എന്നെ തിരക്കിയോ? തിരക്കി. എന്താ കാര്യം? നല്ല കാര്യം തന്നെ മോളെ. നിനക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ഒരു IAS കാരൻ, വലിയ കുടുംബം, കാണാനും യോഗ്യൻ. ശ്രീധനം എന്തോ കൊടുക്കണം പപ്പ? ചോദിക്കുന്നത് കൊടുക്കും. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കല്ലേ. ഓ, IAS കാരൻ കോൾ അടിച്ചല്ലോ. നിനക്ക് നേരം പോക്കാണോ? എന്നാൽ ഗൗരവമായിട്ട് പറയാം, എനിക്ക് ഹസ്ബൻഡിനെ തെരഞ്ഞെടുക്കാൻ പപ്പയും മമ്മിയും ബുദ്ധിമുട്ടണ്ട. അറ്റ്ലീസ്റ്റ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. നീ എന്താ മോളെ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? പെണ്ണിന് തുക നിശ്ചയിച്ച് കച്ചവടം ചെയ്യുന്ന കാലം കഴിഞ്ഞില്ലേ പപ്പ? എന്റെ ഭർത്താവിനെ ഞാൻ തെരഞ്ഞെടുക്കും. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അറിയിക്കാം. ഓക്കെ? രുക്മാമ്മേ, പപ്പയും മമ്മിയും കൂടെ എനിക്കൊരു കല്യാണം ആലോചിച്ച കാര്യം രുക്മാമ്മ അറിഞ്ഞു? അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി മമ്മി പറഞ്ഞു? പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ രുക്മാമ്മേ? ഞാൻ പപ്പയും മമ്മിയും നിശ്ചയിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ, അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ? രുക്മാമ്മ എന്താ ഒന്നും പറയാത്തത്? മോള് നീ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. Come in. Excuse me, Daddy. ഞാൻ അല്പം ലേറ്റായി. ഇത് മിസ്റ്റർ ജോസഫ്, എന്റെ ഫ്രണ്ടാണ്. ഗുഡ് ഈവനിങ് സർ. ഞങ്ങൾക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു. അതാണ് ലേറ്റായത്. ഞങ്ങൾ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇരിക്കൂ ജോസഫ്. മമ്മിയും പപ്പയും ഒന്നും സംസാരിക്കാത്തതെന്ത്? എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും സംസാരിക്കണ്ടേ? ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് വരികയല്ലേ. നിങ്ങളേതാ? റിട്ടയർഡ് ജഡ്ജ് തോമസ് കുര്യന്റെ മകനാണ്. ഞാനൊരു ഡോക്ടറാണ്. ഓ ജോസഫ്,
എന്റെ രുക്മാമ്മയെ പരിചയപ്പെടണ്ടേ? ഒന്നിങ്ങോട്ട് വരൂ. എന്റെ മമ്മി പേരിന് മാത്രമേ ഉള്ളൂ. എനിക്ക് മുലപ്പാൽ മുതൽ എല്ലാം തന്നു വളർത്തിയത് രുക്മാമ്മയാണ്. എന്നെ ശാസിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം ഈ അമ്മയാണ്. കണ്ടതിൽ സന്തോഷം. മിസ്റ്റർ ജോസഫ്, ഇരിക്കൂ. ജഡ്ജി അദ്ദേഹത്തിന് സുഖമല്ലേ? അതെ, ഫാദറിനെയും മറ്റും ഉടനെ ഇങ്ങോട്ട് അയക്കാം. ഞങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കൂ. എനിക്ക് അമേരിക്കയിൽ ഒരു നിയമനം കിട്ടിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് വിവാഹം നടക്കണം. എൽസി തുടർന്ന് അമേരിക്കയിൽ പഠിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. രുക്മേ, കാപ്പി കൊണ്ടുവരാൻ പറയൂ. എല്ലാരും കയറി രുക്മാമ്മേ, ഞാൻ വരട്ടെ. മോളെ, എന്റെ മോള് പോയിട്ട് വരൂ.